മോനോട്ട് പോകണ്ടേ? ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിന്ന് കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകണം. കുറച്ച് സ്ഥലങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊല്ലംകോട്, ചെങ്ങഞ്ചിറ ആ ഭാഗം, പിന്നെ കുറച്ച് മറ്റേ എലവഞ്ചേരി ഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്ന ഒരു വീഡിയോയും കൂടി അതിൽ വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഈ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണം. ഇതിൻ്റെ പച്ചപ്പും ഭംഗിയും ഇതൊക്കെ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ആസ്വദിക്കണം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഒന്ന് നമ്മൾ സപ്പോർട്ട് ചെയ്യണം, ഒന്ന് സബ് ചെയ്യണേ. ലൈക്കോ കാണുന്നവർക്ക്, കൂട്ടുകാരന്മാർക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രചോദനമാവും. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഉണ്ട് എന്ന് നമ്മളൊന്ന് വിചാരിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് നമ്മളെ വീഡിയോ കാണുന്നവരുണ്ടെന്ന് നമ്മൾ അറിയുമ്പോൾ നമുക്കൊരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ നിങ്ങളൊന്ന് തീർച്ചയായും നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് ഇനി കാഴ്ചകളിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ നെന്മാറ ടൗൺ എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് പറഞ്ഞാൽ തൃശ്ശൂർ ഗോവിന്ദാപുരം റൂട്ടിലാണ് കേട്ടോ. അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഗോവിന്ദാപുരം, ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തൃശ്ശൂർ കേട്ടോ. ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഏരിയയില്ലേ, ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കുറച്ച് അടുത്തേക്ക് പോയിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ. ഈ മലയൊക്കെ അടുത്ത് നിന്ന് കാണുന്ന ലെവലിൽ നല്ല രസമാണ് കാണാനായിട്ട്. അപ്പോൾ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് നിങ്ങൾ നോക്കിയോ, ഇതിൻ്റെ അപ്പുറമുള്ള വീഡിയോ കാണിച്ചു തരാം. എലവഞ്ചേരിയും ചെങ്ങഞ്ചിറയും ഇതിന് ഉൾഗ്രാമത്തിലൂടെ പോകുമ്പോൾ ഉണ്ടല്ലോ, എന്തൊരു ഫീലാണെന്ന് അറിയാം. നല്ല ഫീലാണ്. വേറൊന്നുമല്ല, നോക്കി മരങ്ങളും പച്ചപ്പാണ് മെയിൻ എടുത്തു പറയേണ്ടത് കേട്ടോ. കാണാൻ നല്ല ഭംഗിയാണ്. അതിനനുസരിച്ചിട്ടുള്ള മലനിരകളും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതും പറഞ്ഞ് ഞങ്ങൾ നേരെ ഫസ്റ്റ് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ചെങ്ങഞ്ചിറയിലുള്ളതാണ് കേട്ടോ പോകുന്നത്. ചെങ്ങഞ്ചിറ പോയിട്ട് ഒന്ന് കണ്ടിറങ്ങി വന്നതിന് ശേഷമാണ് നമ്മൾ എലവഞ്ചേരി മറ്റേ ഉൾഗ്രാമത്തിലൂടെ സഞ്ചരിക്കുന്നത്. അപ്പോൾ അവിടുത്തെ നല്ല വീഡിയോകളൊക്കെ കാണാം. നമുക്ക് നേരെ പോവാം. അപ്പോൾ ഞങ്ങൾ ചെങ്ങഞ്ചിറ എത്തിയിട്ടോ. കുറച്ചും കൂടെ അങ്ങോട്ട് പോയാലാണ് മറ്റേ ബാക്കിയുള്ള കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ. ഞങ്ങൾ ആദ്യം പോകുന്നത് വാട്ടർഫാൾസിലാണ് കേട്ടോ ആദ്യം പോകുന്നത്. ശനിയും ഞായറാഴ്ചയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര തിരക്കാണ് കേട്ടോ. കണ്ടില്ലേ, നിറയെ വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങോട്ട് നോക്കുമ്പോഴേക്കും നിറയെ വണ്ടികളാണ് നിൽക്കുന്നത്. അവിടെയൊക്കെ ഇഷ്ടം പോലെ കച്ചവടക്കാരും ഉണ്ട്. ഇഷ്ടംപോലെ വെളിയിൽ നിന്ന് മലപ്പുറം, മറ്റേ തിരൂർ ആ ഭാഗത്തുനിന്നും ഇഷ്ടം പോലെ, തൃശ്ശൂരിൽ നിന്ന് അടക്കം ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ. ഒരുപാട് നാനാ ഭാഗത്തുനിന്ന് ആൾക്കാർ വന്നിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. നല്ല തിരക്കുണ്ട് കേട്ടോ അവിടെ. ഇതെവിടെയാണ്? തമിഴ്നാടാവും. പിന്നെ നെല്ലിയാമതി അപ്പോൾ ഞങ്ങൾ നേരെ ഇവിടെ വന്നിട്ട് ഒരു ചായയും കടിയും കഴിച്ചിട്ട് പോവാന്ന് വെച്ചു കേട്ടോ. അപ്പോൾ
ഞങ്ങൾ താഴത്തു നിന്ന് നോക്കിയപ്പോൾ അവിടെ മേളിലൊരു തിട്ട് കണ്ടില്ലേ കേട്ടോ. തിട്ട് അവിടേക്ക് ഒന്ന് കയറാമെന്ന് വെച്ചിട്ട് ആ വണ്ടി എടുത്ത് അവിടെ പോയി ഇവിടെ നിന്ന് സൈഡാക്കിയിട്ട് ഒന്ന് കയറി നോക്കാമെന്ന് വെച്ചിട്ടാണ്. അവിടെ എന്താ കാഴ്ച എന്ന് നോക്കാം നമുക്ക്. മേളിൽ വന്നപ്പോൾ ഇതാണ് കേട്ടോ കാഴ്ച. നിങ്ങൾ കണ്ടോ എങ്ങനെയുണ്ട്? ഇതിൻ്റെ 1-2 ഫോട്ടോയും ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. നല്ല ഭംഗിയില്ലേ? അങ്ങനെ ഞങ്ങൾ അത് കഴിഞ്ഞ് വന്ന് ഇവിടെ ഞങ്ങൾ പേ പാർക്കിംഗ് ആണ് കേട്ടോ. ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്തു. ഒരു ബൈക്കിന് 10 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ 2 ബൈക്കും സേഫ്റ്റി ആയിട്ട് അവിടെ ഇരിക്കും. ഹെൽമെറ്റും അവിടെ കൊടുത്തു കേട്ടോ. ഹെൽമെറ്റും നമ്മൾ കൈ കൊണ്ട് പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെ വെച്ചപ്പോൾ അവർ ഇവിടെ സൂക്ഷിച്ച് വെച്ചോളാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ അവിടെ കൊടുത്തു, പൈസയും കൊടുത്തു. 2 ബൈക്കിൻ്റെ 20 രൂപ കൊടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ മറ്റേ വാട്ടർഫാൾസിലോട്ട് പോവുകയാണ് കേട്ടോ. ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം. ഇവിടെ വലിയ വാട്ടർഫാൾസ് എന്നൊന്നും പറയാനില്ല. ഇവിടെ ചെറിയൊരു പൂള് പോലെയുള്ളൂ. പക്ഷേ എന്നാലും കുഴപ്പമില്ല, കുളിക്കാനൊക്കെ നല്ല സൗകര്യമാണ്. പക്ഷേ ഇതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്ഭവം കാണാം. ശരിക്കും അതിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ വലിയ മറ്റേ മലയിൽ നിന്ന് ചാടി വരുന്ന വെള്ളം, അതാണ് വാട്ടർഫാൾസ്. അത് കാണാൻ കുറച്ചുകൂടെ ദൂരമുണ്ട്. പക്ഷേ നമ്മൾ അങ്ങോട്ടൊന്നും പോകണ്ടെന്ന്. പിന്നെയും കുറച്ച് ഞങ്ങൾ ഇതിന് മുകളിൽ കൂടെ കുറച്ച് സഞ്ചരിച്ച് നോക്കി. പക്ഷേ എല്ലാവിടെയും നിറയെ ആൾക്കാരുണ്ട് കേട്ടോ. എവിടെയും ഞങ്ങൾക്ക് കുളിക്കാനുള്ള ഇത് കിട്ടില്ല. പക്ഷേ കുളിക്കാതെ പറഞ്ഞാൽ കുളിക്കാൻ തോർത്ത് മാത്രമേ എടുത്തുള്ളൂ, 3/4 എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ കുളി ക്യാൻസൽ ചെയ്തു കേട്ടോ. എന്തായാലും ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഇവിടെ. ഇഷ്ടംപോലെ ആൾക്കാരെന്ന് പറഞ്ഞാൽ കൂടുതലും തമിഴ്നാട്ടിൽ നിന്നാണ് കേട്ടോ ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നത്. പക്ഷെ ഞാൻ ഇവിടെ വന്ന് ഈ സംഭവം കണ്ടപ്പോൾ ഇങ്ങനെയല്ല ഞാൻ പ്രതീക്ഷിച്ചു കേട്ടോ. ശരിക്കും നല്ലൊരു വാട്ടർഫാളായിരിക്കുന്നതാണ് ഞാൻ വിചാരിച്ചത്. സംഭവം ഇങ്ങനെയുള്ള പൂള് പോലെയുള്ള സംഭവമാണ് ഞാൻ വിചാരിച്ചില്ല. നമുക്ക് ഇവിടെ നിന്ന് തിരിക്കാമെന്ന് വെച്ചു കേട്ടോ. വേറെ നമ്മളഞ്ഞ് മലയടിവാരത്തിലോട്ടാണ് പോകുന്നത്. മലയടിവാരത്തിലേക്ക് പോകുന്ന വഴിയിൽ കണ്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ. നല്ല ഭംഗിയായിട്ടില്ല? എന്താ പച്ചപ്പ്, കണ്ണിന് അങ്ങോട്ട് കുത്തുന്ന പോലെ ഇല്ലേ? എന്താ അടിപൊളി കളറാണ് കേട്ടോ. എൻ്റെ അമ്മ, എന്താ പച്ചപ്പ് നോക്കി. ദൂരം അങ്ങ് മറ്റേ 2 വെള്ളച്ചാട്ടം. പിന്നെ ഇവിടെ നിറയെ കൃഷിയുണ്ട് കേട്ടോ. ഇവിടെ കൂടുതലും മാവും കൃഷിയും മറ്റേ പടവലവും പാവയ്ക്കയും കപ്പളങ്ങ കൃഷിയുണ്ട് കേട്ടോ. മൊത്തം കപ്പളങ്ങ. ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ പോകുന്ന വഴി ലാസ്റ്റ് വരെയും ഉണ്ട് കേട്ടോ സംഭവം. ഈ വീട് നിങ്ങൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഈ മലയടിവാരത്തുള്ള ഈ വീട് തൊട്ട് അപ്പുറം തന്നെ ചെറിയൊരു ഹോട്ടലും ഉണ്ട്. ഹോട്ടലെന്ന് പറയാൻ പറ്റില്ല, ഒരു ഇവിടെ വരുന്ന ടൂറിസ്റ്റുകാർക്ക് മറ്റേ ഫുഡ് കഴിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം തന്നെയാണ്. നല്ല സ്ഥലമാണ്. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടതിന് ശേഷം നേരെ ഞങ്ങൾ നീഞ്ചിറ അമ്പലത്തിലോട്ട് പോയിട്ടോ. അമ്പലത്തിലെ കാഴ്ചകൾ കാണാം നമുക്ക്. നോക്കിയോ, ഇവിടെ ഇന്ന് എന്തോ നേർച്ച നടന്നുണ്ട് കേട്ടോ. എന്തോ വിശേഷമുണ്ട് ഇവിടെ ആൾക്കാർ അവിടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കുന്നത് കാണാം. ഇനി ഞങ്ങൾ ഇവിടെ നേരെ തിരിക്കാണ്ട്. ഇനി നേരെ ഞങ്ങൾ എലവഞ്ചേരി പെരുങ്ങോട്ടുകാവ് ആ മലയടിവാരത്തേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഫസ്റ്റ് റോഡ് സൈഡ് വണ്ടി നിർത്തിയിട്ട് ഈ മല കാണിച്ചു തന്നില്ലേ, ഞാൻ അവിടെ പോയിട്ട് വീഡിയോ എടുത്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ആ മലയാണ് ഈ സംഭവം കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ കണ്ടു നോക്കിയോ എങ്ങനെയുണ്ട് നോക്കി. ഇവിടുത്തെ പച്ചപ്പും ആ മലയുടെ ഷേപ്പും ഇതെല്ലാം കൂടെ ഒന്ന് നോക്കി എങ്ങനെയുണ്ട് നോക്കി. നിങ്ങൾ തന്നെ ഒന്ന് പറ, എങ്ങനെയുണ്ട്, കാണാൻ ഭംഗിയുണ്ടോ? ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾ ചില വീഡിയോകൾ ക്ലാരിറ്റി ഇല്ലാത്ത പോലെ തോന്നും. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, കുറച്ച് ഫോണിലൊക്കെയാണ് കേട്ടോ എടുക്കുന്നത്. ചിലത് മാത്രം വണ്ടി നിർത്തി എടുക്കുന്നത് മാത്രമേ ഉള്ളൂ വീഡിയോ ക്യാമറയിൽ എടുക്കുന്നത്. അതുകൊണ്ടാണ് കേട്ടോ ക്ലാരിറ്റി വ്യത്യാസമുള്ളത്. അവിടെ എന്താണ് കൃഷി? പാവലെന്തായിരിക്കും അവിടുത്തെ കൃഷി എന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ഈ വീഡിയോ ഇവിടുത്തെ കാഴ്ചയോടുകൂടി അവസാനിക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ഒന്ന് ലൈക്ക് ചെയ്യണേ, ഒന്ന് ഷെയർ ചെയ്യണേ, ഒന്ന് സബും കൂടി ചെയ്യണേ കേട്ടോ. അപ്പോൾ വീഡിയോ അവസാനിക്കണം. ബൈ.